ഹായ് ഗായ്സ്, ദീപാവലി അപ്ഡേറ്റിന് വരാൻ പോണ മാജിക് ക്യൂബ് സ്റ്റോറിൻ്റെ അപ്ഡേറ്റിനെ പറ്റിയും OB51 അപ്ഡേറ്റിനെ പറ്റിയൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ലൈക്ക് ബട്ടൺ അടിക്കുകയും നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ OB51 അപ്ഡേറ്റിന് വരുന്ന കാര്യങ്ങളെ പറ്റി പറയുന്ന മുമ്പ് തന്നെ നമ്മുടെ വിൻഡർലാൻഡ് അപ്ഡേറ്റിനെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിലുള്ള വീഡിയോ നമ്മളുടെ ചാനലിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ OB51 അപ്ഡേറ്റ് 29 ഒക്ടോബറിലാണ് വരണതെന്ന് എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ OB51 അപ്ഡേറ്റിൽ ഏറ്റവും കിട്ടുകായിട്ട് വരാൻ പോകുന്നത് നമ്മുടെ പ്രൈം സ്റ്റോർ അപ്ഡേറ്റ് ആണ്. പ്രൈം സ്റ്റോറിൽ നമ്മുടെ ബ്ലാക്ക് ടീഷർട്ട് റിട്ടേൺ വരുന്നുണ്ട്. 6000 ഡയമണ്ടോളാണ് നമുക്ക് പോവുക. അപ്പോൾ കുറേ പ്ലേസിനൊന്നും കിട്ടിയല്ല. കാര്യം പ്രൈം സ്റ്റോറൊക്കെ നല്ലേക്ക് ടോപ്പ് ചെയ്യുന്ന പ്ലേസിന് മാത്രമുള്ളതാണ്. പിന്നെ വിൻഡർലാൻഡ് അപ്ഡേറ്റിന് വരാൻ പോകുന്ന മാപ്പ് കിട്ടുന്നതായിട്ട് തന്നെ നമ്മുടെ സ്നോയൊക്കെ വരുന്നുണ്ട്. ഒരു ഓൾഡ് ലുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. കാര്യം വിൻഡർലാൻഡ് അപ്ഡേറ്റിന് എല്ലാ വർഷവും ഒക്കെ വരണ പോലെയല്ല, ഇത്തവണ കിടിലായിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വൈറ്റ് ടീഷർട്ട് റിട്ടേൺ വരുന്നുണ്ട്. അത് മിക്കവാറും ഫെയ്ഡഡ് വീലിൽ വരെയായിരിക്കും വരാൻ സാധ്യത. പിന്നെ നമ്മുടെ റെഡ് ബുൾ കൊളാബറേഷൻ വരുന്നുണ്ട്. അത് 2 ദിവസമൊക്കെ ഉണ്ടാകും. നമ്മുടെ ദിവാലി അപ്ഡേറ്റിൻ്റെയും OB51 അപ്ഡേറ്റിൻ്റെയൊക്കെ നടുക്കുള്ളൊരു 2 ദിവസമായിരിക്കും നമ്മുടെ റെഡ് ബുൾ കൊളാബറേഷൻ വരിക. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ OB51 അപ്ഡേറ്റിൽ ഒരു ക്യാരക്ടർ വരുന്നുണ്ട്. ക്യാരക്ടറിനെ പറ്റി പറയുന്ന മുമ്പ് നമ്മുടെ A124 ഇല്ലേ, പുള്ളിക്കാരനെ പോലത്തെ ഒരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിൻ്റെ എബിലിറ്റി എന്ന് പറയുമ്പോൾ A124ൻ്റെ എബിലിറ്റി പോലെയാണ്. ഒരു ഇത്ര ഡാമേജൊക്കെ കൊടുത്തിട്ട് മൂവ്മെൻറ്റ് സ്പീഡൊക്കെ കുറയ്ക്കുന്ന രീതിയിലുള്ള എബിലിറ്റിയാണ്. അപ്പോൾ ആ എബിലിറ്റിന് നടുക്ക് ഒരു പാവ് പോലൊരു സാധനം വരും. ആ സാധനം ഒന്ന് വെടിവെച്ച് തീർത്താൽ മതി. അപ്പോഴേക്കും ആ എബിലിറ്റി അവിടെ അങ്ങോട്ട് തീരുന്നതായിരിക്കും. അപ്പോൾ ആ എബിലിറ്റിനെ പറ്റി എൻ്റെ അഭിപ്രായത്തിൽ അതൊരു അലമ്പ് എബിലിറ്റിയാണ്. പിന്നെ നമ്മുടെ വിൻഡർലാൻഡ് അപ്ഡേറ്റിന് ഒരു ലാൻഡ് വരുന്നുണ്ട്. അതിനെപ്പറ്റിയൊന്നും അത്രയ്ക്കും കിട്ടിയിട്ടില്ല. പിന്നെ നമ്മുടെ ആർസെനൽ അപ്ഡേറ്റിനെ പറ്റി പറയുമ്പോൾ 4 ഗൺസ് എക്സ്ട്രാ വരുന്നുണ്ട്. പിന്നെ പുറത്തിരുന്ന് തന്നെ നമ്മുടെ ആർസെനലിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെ ദീപാവലി അപ്ഡേറ്റ് വരുമ്പോൾ മാജിക് ക്യൂബ് സ്റ്റോറിനെ പറ്റി പറയുന്ന മുമ്പ് നമ്മുടെ മാജിക് ക്യൂബ് നമുക്ക് എല്ലാവർക്കും തന്നെ കിട്ടുമെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ 20 to 26 ഒക്ടോബർ വരെ ആയിരിക്കും നമ്മുടെ മാജിക് ക്യൂബ് നമുക്ക് കിട്ടുക. ആരും മിസ് ചെയ്യരുത് കേട്ടോ. കാര്യം നമ്മുടെ മാജിക് ക്യൂബ് സ്റ്റോർ കിട്ടിലാവാൻ പോവുകയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. ഏറ്റവും എൻ്റെ ഒരു 90% വരാൻ സാധ്യത ജോക്കർ ബണ്ടിലായിരിക്കും റിട്ടേൺ വരിക. ജോക്കർ ബണ്ടിൻ്റെ ഫീമെയിൽ ബണ്ടിലും മെയിൽ ബണ്ടിലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ ഇതിൽ കാണുന്ന കുറച്ചൊക്കെ ബണ്ടിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ എല്ലാം ഒന്നും വരികയില്ല. പക്ഷേ കിഡിൽ അപ്ഡേറ്റ് ചെയ്യാൻ വരാൻ സാധ്യത. കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ദിവാലിയൊക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നല്ല ബണ്ടിൽസ് തന്നെ തരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും ആരും മിസ് ചെയ്യരുത്. കിഡിലെ ഇവൻ്റൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെയുള്ള കിഡിലെ വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ബൈ.